വിവാദ വനിതയുടെ ചിത്രവും അതെ, വിവാദ വനിതയുടെ ചിത്രവും മുഖ്യമന്ത്രിയുടെ ഫോട്ടോവും വെച്ചുകൊണ്ട് ക്രോപ്പ് ചെയ്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? നിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രചരിപ്പിച്ചല്ലേ? യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. എന്താ അതിൻ്റെ ലക്ഷ്യം? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഈ വിവാദ വനിതയുള്ള ഫോട്ടോ നിങ്ങൾ കൊടുക്കാതിരുന്നത്? ഏതാ ഈ ചെറുക്കൻ? എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? എന്തുകൊണ്ടാണ് രാജഗോപാലിന്റെ കൂടെ ഈ വിവാദ വനിതയുള്ള ഫോട്ടോ കൊടുക്കാതിരുന്നത്? ശബരിനാഥൻ പറഞ്ഞല്ലോ. നിങ്ങൾ പറയുന്ന പോയിന്റ് രമേശ് ചെന്നിത്തലയുടെ കൂടെയുള്ള ഫോട്ടോയും കൊടുക്കണമായിരുന്നു, ഒ രാജഗോപാലിന്റെ കൂടെയുള്ള ഫോട്ടോയും കൊടുക്കണമായിരുന്നു എന്നാണോ? ആരുടെ കൂടെയുമുള്ള ഫോട്ടോ കൊടുക്കരുതായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തുള്ള ഫോട്ടോ വെച്ചുകൊണ്ട് ആ ഫോട്ടോയെ വെച്ചുകൊണ്ട് ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനു മുൻപ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട താങ്കൾ ഇപ്പോൾ പറഞ്ഞ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട തന്നെ ഒരു നേതാവ് ഈ ഫോട്ടോ പൊതുസ്ഥലത്തുള്ള ഫോട്ടോയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ ഒരു പരാമർശം എനിക്ക് താങ്കളെ കേൾപ്പിക്കാനുണ്ട്. തീർച്ചയായും അത് കേട്ടതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. തീർച്ചയായും കേൾക്കാം. പക്ഷേ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഉമ്മൻചാണ്ടി, ഈ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചോദ്യം ചെയ്യരുത്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മുഖ്യമന്ത്രിയെ ഒരു നിവേദനം നൽകാൻ വേണ്ടി സമീപിക്കുന്ന പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവരെവിടെയാണ് നിൽക്കുക? അവർ തൊട്ടു മുന്നിലാണ് നിൽക്കുക. ഇവിടെ നമ്മൾ ഒരുപാട് മന്ത്രിമാരായവരെയും മുഖ്യമന്ത്രിയായവരെയും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവരും നിവേദനം വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മുന്നിൽ വന്നു നിന്നാണല്ലോ നിവേദനം കൊടുക്കുക. ഇവിടെ നമ്മൾ കണ്ട ചിത്രം എന്താ? എനിക്കറിയില്ല. മുന്നിലല്ല ഖരിത, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരിയായ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ തൊട്ടരികിൽ പോയി നിന്ന് കാതിൽ, കിന്നാരമല്ല ഗൗരവമുള്ള കാര്യമായിരിക്കും, അങ്ങനെ പറയുന്ന നിലയാണ് നമ്മൾ കണ്ടത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ആ ബന്ധം? ശ്രീ കെ കെ രാഗേഷ്, ഇനി താങ്കൾ മറുപടി പറയും. വളരെ വളരെ നല്ല നിലയിലാണ് ഷാനി അത് എടുത്തിട്ടിരിക്കുന്നത്. ഷാനി, അപമാനകരമാണ് ഷാനി. ഐ ആം സോറി ടു സേ ദാറ്റ്. മറ്റൊന്നുമല്ല, ഈ ഫോട്ടോ കണ്ട ഉടനെ തന്നെയാണോ മുഖ്യമന്ത്രി ആ പ്രസംഗം നടത്തിയത്? താങ്കൾ പറയൂ. ഈ ഫോട്ടോ കണ്ട ഉടനെ തന്നെ ആ ഫോട്ടോ വെച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നു, അങ്ങനെയാണോ ഷാനി? താങ്കൾ പറയൂ ആദ്യം. എനിക്ക് ആ പ്രസംഗം കാണിച്ച് എന്നോട് ചോദ്യം ചോദിച്ചല്ലോ. താങ്കൾ പറയൂ, ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ ചാടി പുറപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണോ? പറയൂ ഷാനി. ഷാനി പറയൂ. ഞാൻ ഷാനിയുടെ പ്രതികരണത്തിനാണ് കാത്തിരിക്കുന്നത്. ശ്രീ കെ കെ രാഗേഷ്, ഇവിടെയും ഒരു ഫോട്ടോയുടെ പേരിൽ ഏത് ചർച്ചയാണ് നടന്നത്? ശ്രീ കെ കെ രാഗേഷ്, ഉത്തരം പറ. അല്ലല്ലോ, ദിവസങ്ങളായി CPM നേതാക്കൾ എല്ലായിടത്തും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഒരു ഫോട്ടോ പ്രചരിപ്പിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനെ ചിത്രീകരിക്കുന്നു. ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തിയോടൊപ്പം ഉന്നത സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ സുദീർഘമായി പങ്കെടുത്ത ഒരു വ്യക്തി കള്ളക്കടത്ത് കേസിൽ പ്രതിയായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അറസ്റ്റിന് വിധേയമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ചർച്ചയുടെയും അന്വേഷണത്തിന്റെയും പരിധിയിൽ നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ CPM സംസ്ഥാന സെക്രട്ടറിയുമായ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടത്. നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? ഷാനി, എന്നെ ഒരു 2 മിനിറ്റ് എനിക്ക് സമയം തരണം. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന പരിപാടിയല്ല, UAE കോൺസുലേറ്റിൽ നടന്ന പരിപാടിയാണ്. ആ കോൺസുലേറ്റിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരും സ്വാഭാവികമായിട്ട് പങ്കെടുത്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ അതേ പരിപാടിയിൽ ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാജഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ കൊടുക്കാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കൊടുക്കുകയും ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ ഭാഗം, നിങ്ങൾ താരതമ്യപ്പെടുത്തിയ പഴയ കേസുണ്ടല്ലോ, ആ പഴയ കേസ് ആ സ്ത്രീ തന്നെ, ഇരകളായ ആളുകൾ തന്നെ കൃത്യമായി ഓരോരുത്തരെ UDFന്റെ കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കളെയും പേര് പറഞ്ഞ് ആക്ഷേപിച്ചതു, മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചു.
ആക്ഷേപിച്ച അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു വന്നു. എന്തായിരുന്നു ആക്ഷേപം? ഞാനിവിടെ പറയണോ? ഈ ചാനൽ ചർച്ച, അന്തിച്ചർച്ച നാറ്റിക്കണോ? എത്ര വൃത്തികെട്ട ആക്ഷേപമായിരുന്നു. ആ സ്ത്രീ തന്നെ പറഞ്ഞല്ലേ, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉൾപ്പെടെ പറഞ്ഞല്ലേ. അതിൻ്റെ ഭാഗമായി CD ഉണ്ട്. ആ CD പോയി പോലീസ് പിടിച്ച കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ സ്ത്രീ കൊടുത്തിട്ടുള്ള കത്ത് വെട്ടിത്തിരുത്തി ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരുപാട് ഈ കേസ് മുക്കിക്കളയാൻ വേണ്ടി നടന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം വരുന്നുവെന്ന് കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന സമരം, ആ സമരത്തിൽ നടത്തിയ പ്രസംഗത്തെയാണ് നിങ്ങളിപ്പോൾ താരതമ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. ഷാനി, എന്തൊരു ഹിഡൻ അജണ്ടയാണിത്. ഇങ്ങനെ ഒരു വളരെ വളരെ നിർലജ്ജമായ വിധത്തിലുള്ള ഒരു സംഗതി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇത് ശരിയാണോ? മലയാള മനോരമ ചാനൽ ചെയ്യുന്നത് ശരിയാണോ? ഒരു തരത്തിലും അതിനെക്കുറിച്ച് ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല. ആകെ ഞാൻ താങ്കളോട് ചോദിച്ചത്, താങ്കൾ ഓരോ ദിവസവും, എല്ലാ ദിവസവും താങ്കൾ ഓർക്കണം, എല്ലാ ദിവസവും വളരെ പ്രധാനപ്പെട്ട ഓരോ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോഴും ഇതാണ് CPM തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം. ശ്രീ KK രാഗേഷ്, അതിനുള്ള മറുപടി അനുഭവ സമ്പന്നരായ, ദീർഘവീക്ഷണമുള്ള, രാഷ്ട്രീയ ദീർഘവീക്ഷണമുള്ള ശ്രീ പിണറായി വിജയനെ പോലെ തന്നെയുള്ള നേതാക്കൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്ന ഒരു ചിത്രത്തിന്റെ പ്രസക്തി, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പുറത്തു വരുന്ന ഒരു വിവരത്തിന്റെ പ്രസക്തി ആ പ്രസംഗങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് എല്ലാ ദിവസവും ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്നത് മാത്രമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് മറ്റൊരു കാര്യമായിരുന്നു. തിരുത്തുന്നതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, വ്യക്തിപരമല്ല, തീർച്ചയായുമല്ല, തിരുത്തുന്നതിനെ കുറിച്ച് ശ്രീ KK രാഗേഷ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു തെറ്റു പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ, അതിന് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ, തെറ്റ് എന്നാണല്ലോ അതിന് പറയുന്നത്, തെറ്റാണ്, അറിയാതെ സംഭവിക്കുന്നതാണ്, അത് തിരുത്തണം എന്ന് താങ്കൾ അഭിപ്രായം പറഞ്ഞു. ശ്രീ KK രാഗേഷ്, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, അങ്ങനെ തിരുത്തുന്നതിനെയും ഒരു മഹാപാതകമായി നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? താനൂർ ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്ക കഴിക്കുന്നത്. മാവില ചക്ക തിന്നാൻ പാടുണ്ടോന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ